പ്രവചനാതീതമായ ചാലക്കുടി മണ്ഡലത്തിൽ പോരാട്ടം കനക്കുന്നു. കഴിഞ്ഞ തവണ കൈവിട്ട ചാലക്കുടി തിരിച്ചുപിടിക്കാനുള്ള ജീവൻ മരണ പോരാട്ടവുമായി ഇടതുമുന്നണി കളം നിറയുമ്പോൾ മണ്ഡലം എന്ത് വില കൊടുത്തും നിലനിർത്താനാണ് UDF ശ്രമം. 2020യും BJPയും പ്രചരണം കൊഴുപ്പിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ചാലക്കുടി മണ്ഡലത്തിലും പോരാട്ടം മുറുകുകയാണ്. ഇത്തവണ ചാലക്കുടിയുടെ മനസ്സ് ആർക്കൊപ്പം നിൽക്കുമെന്നറിയാം. സ്വാഗതം ചാലക്കുടിയിലേക്ക്. ചാലക്കുടിയിലെ പോര് ഇത്തവണ അത്ര എളുപ്പമാകില്ലെന്നതാണ് വാസ്തവം. UDF ചായ്വുള്ള മണ്ഡലം എന്ന് പറയുന്നുണ്ടെങ്കിലും LDF തിരിച്ചുപിടിച്ച ചരിത്രവുമുണ്ട്. അതിനാൽ പോരാട്ടം ഇഞ്ചോടിഞ്ച്. മണ്ഡലം തിരിച്ചുപിടിക്കാനായി CPM രംഗത്തിറക്കിയ C. രവീന്ദ്രനാഥ് ഏറെ പ്രതീക്ഷയോടെയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. പ്രചരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ മണ്ഡലത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും എത്തുന്ന സ്ഥാനാർത്ഥിയെ വലിയ ആവേശത്തോടെ ജനങ്ങളും സ്വീകരിക്കുന്നു. നമ്മുടെ ജീവിതം സന്തോഷപ്രദവും സുഖപ്രദവുമാകുന്നത് ഇവിടെ മതനിരപേക്ഷത ഉള്ളതുകൊണ്ടാണ്. അത് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതം അസ്വസ്ഥമാകും. അതുകൊണ്ട് മതേതര ഇന്ത്യയെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ പ്രമേയം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ച് പാർലമെന്റിൽ മതേതരത്വത്തിന്റെയും ഫെഡറലിസത്തിന്റെയും സമത്വത്തിന്റെയും ശബ്ദമുയർത്തുവാനുള്ള അവസരമുണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ഹൃദയം നിറഞ്ഞ മനസ്സ് നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അഭിവാദനം. പ്രചരണത്തിന് ദിവസങ്ങൾ മാത്രമാണുള്ളത്. സ്ഥാനാർത്ഥികളെല്ലാം പ്രചരണം കൊഴുപ്പിക്കുകയാണ്. ഇപ്പോൾ ചാലക്കുടി LDF സ്ഥാനാർത്ഥി C. രവീന്ദ്രനാഥ് നമ്മുടെ കൂടെയുണ്ട്. സ്ഥാനാർത്ഥി ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. പരസ്യപ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഇതുവരെയുള്ള ജനങ്ങളുടെ അഭിപ്രായവും ജനങ്ങളുടെ പ്രതികരണമൊക്കെ എങ്ങനെയുണ്ട്? ഓരോ ദിവസവും ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ്. ജനങ്ങളുടെ റിഫ്ലക്സ് പര്യടനത്തിലായാലും സംഭാഷണത്തിലായാലും വളരെയധികം അനുകൂലമായിട്ടാണ് ജനങ്ങൾ മാറിയിട്ടുള്ളത്. ഓരോ ദിവസവും അത് വളരെ പ്രകടമായിട്ട് കാണാം. അതുകൊണ്ട് ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. മണ്ഡലത്തിന്റെ ഓരോ മുക്കിലും മൂലയിൽ എത്താൻ സാധിച്ചിട്ടുണ്ടോ? മണ്ഡലത്തിന്റെ ഓരോ മുക്കിലും മൂലയിൽ എത്താൻ സാധിച്ചിട്ടുണ്ടോ? മിക്കവാറും എല്ലാ പഞ്ചായത്തിലും മിക്കവാറും എല്ലാ വാർഡിലും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവ രണ്ടാമത്തെ വാഹന പര്യടനമാണ്. ഇത് കഴിയുന്നതോടുകൂടി മണ്ഡലത്തിന്റെ എല്ലാ ഭാഗത്തും ആശ എന്താണ് പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത്? വികസനമാണോ അല്ലെ മതേതര ഇന്ത്യയാണോ? മതേതര ഇന്ത്യ നഷ്ടപ്പെടരുത്, അതിനെ കാത്തു സൂക്ഷിക്കണം. അതാണ് ഇതിന്റെ മുഖ്യ പ്രമേയം, രാഷ്ട്രീയ പ്രമേയം എന്നാണ് പറയുന്നത്. അത് ലോക്സഭയിൽ ശക്തമായിട്ട് ഉയർത്താൻ ലെഫ്റ്റ് ഇടതുപക്ഷത്തിനെ പറ്റുള്ളൂ. കാരണം സെക്യുലറായിട്ട് എന്നും നിലകൊണ്ടിട്ടുള്ള ലെഫ്റ്റ് മാത്രമാണ്. വർഗീയതയ്ക്കെതിരെ എന്നും നിലപാടെടുത്തിട്ടുള്ളത് ലെഫ്റ്റാണ്, കോംപ്രമൈസ് ഇല്ലാതെ. അതുകൊണ്ട് ആ ശബ്ദം ലോക്സഭയിൽ ഉണ്ടായാലേ മതേതരത്വത്തിന് കാത്തു സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അതാണ് എന്തുകൊണ്ട് ലെഫ്റ്റിന് വോട്ട് ചെയ്യണം എന്നുള്ളതിന് പറയുന്ന കാരണം. ദുർബലമായ വാദങ്ങളൊന്നും മതേതരത്വത്തെ നിർത്തില്ല. വർഗീയതയുടെ വളർച്ചയുടെ പ്രളയത്തിൽ അതിൻ്റെ ശക്തി തന്നെ പറ്റുള്ളൂ. ഉറച്ച് പ്രത്യയശാസ്ത്രപരമായ ദൃഢത തന്നെ അതിനെ മതേതരത്വത്തെ നിലനിർത്താൻ പറ്റുള്ളൂ. അത് ലെഫ്റ്റിനല്ലാതെ ഒന്നിനും പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയം. വികസനത്തിൽ നവ ചാലക്കുടി എന്നുള്ള ഒരു ആധുനിക വികസന സങ്കല്പം ജനങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുകയാണ്. നവകേരളത്തിൻ്റെ ചൂട് പിടിച്ചിട്ട് അതാണ് വികസന രംഗത്ത് പ്രധാനമായിട്ടും ഈ രണ്ട് കാര്യങ്ങളാണ്. വലിയ രീതിയിൽ സ്ഥാനാർത്ഥിക്കെതിരെ സൈബർ ആക്രമണങ്ങളൊക്കെ വരുന്നുണ്ട്. അത്തരം രീതിയോട് എങ്ങനെയാണ് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം? ഒരിക്കലും പാടില്ല. ഞാൻ എല്ലാ ചാലക്കുടിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും ഒരുപോലെ ബഹുമാനിക്കുകയാണ്. അതിനൊരു സെക്യുലർ കോൺസെപ്റ്റ് ഉണ്ട്. സെക്യുലർ എന്ന് പറയുമ്പോൾ ഓൾ ഇൻക്ലൂസീവാണ്, എല്ലാം ഉൾക്കൊള്ളലാണ്. സെക്യുലർ കോൺസെപ്റ്റുള്ള സെക്യുലർ പൊളിറ്റിക്സ് ഉള്ള ഒരാൾക്ക് എല്ലാവരും അംഗീകരിക്കാനേ പറ്റുള്ളൂ. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, ഉറപ്പുണ്ട്.
ആ അഭിപ്രായ വ്യത്യാസം ഉള്ളിൽ വെച്ചുകൊണ്ട് വ്യക്തിപരമായും ഒക്കെ നമ്മൾ ബഹുമാനിക്കും. അതാണ് റൈറ്റ് പൊളിറ്റിക്സ്. അപ്പോൾ റൈറ്റ് പൊളിറ്റിക്സ് ആണ് വളർന്നു വരും. ഇതിൽ ആര് ജയിക്കുന്നു തോറ്റു എന്നല്ല വിഷയം. ജനാധിപത്യം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ പരസ്പര വിശ്വാസവും സ്നേഹവും ഉണ്ടാവണം. അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കോട്ടെ, ജനങ്ങൾ ഏതാ തിരഞ്ഞെടുക്കണേ അത് നിലനിൽക്കട്ടെ. അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിന് മാറ്റം ഉണ്ടാവും. അതാണ് ജനാധിപത്യം. അതുകൊണ്ട് ഒരിക്കലും ഒരാക്രമണത്തെ, സൈബർ മാത്രമല്ല, ഞാൻ ഒരാളെയും എതിർത്ത് എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല, ഒരാളെയും കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല. അത് ജനങ്ങളെ തീരുമാനിക്കണം, ഞാനല്ല. അപ്പം ആ രീതിയിൽ ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. വലിയ പ്രതീക്ഷയിലാണല്ലേ? വലിയ പ്രതീക്ഷയിൽ തീർച്ചയായിട്ടും വിജയിക്കും. മന്ത്രിയായിരുന്നപ്പോഴുള്ള പ്രതിച്ഛായയും ജനകീയതയും രവീന്ദ്രനാഥിന് തുണയാകുമെന്നാണ് CPM കണക്കുകൂട്ടുന്നത്. എന്നാൽ തിരിച്ചുപിടിച്ച മണ്ഡലം ഇനി കൈവിട്ടു കൊടുക്കില്ലെന്ന വാശിയിലാണ് UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നസെന്റിനോട് തോറ്റ ബെന്നി ബെഹനാൻ 2019 തെരഞ്ഞെടുപ്പിൽ കൂറ്റൻ ഭൂരിപക്ഷം നേടിയാണ് LDFന് മറുപടി കൊടുത്തത്. 1,32,000 ഭൂരിപക്ഷത്തിലാണ് UDF മണ്ഡലം തിരിച്ചുപിടിച്ചത്. അതായത് 2014 ഇന്നസെന്റ് നേടിയ ഭൂരിപക്ഷത്തിന്റെ 10 ഇരട്ടി ബെന്നി നേടി. ഇത്തവണ 2020 സാന്നിധ്യമാണ് ചാലക്കുടിയിലെ രാഷ്ട്രീയത്തെ ശ്രദ്ധേയമാക്കുന്നത്. NDA സഖ്യകക്ഷിയായ BDGSന്റെ K ഉണ്ണികൃഷ്ണനും 2020 ചാർലി പോളും ചാലക്കുടിയെ ഇടതിനും വലതിനും വെല്ലുവിളിയാക്കി മാറ്റുന്നുണ്ട്. ആരാകും ലോക്സഭയിലേക്ക് എത്തുകയെന്നത് പ്രവചിക്കുക അസാധ്യമെങ്കിലും ജനങ്ങൾക്കതിൽ കൃത്യമായ ഉത്തരമുണ്ട്. നമുക്കിവിടെ സമാധാനമാണ് വേണ്ടത്, അക്രമമല്ല വേണ്ടത്. നല്ല രീതിയിൽ നമുക്ക് ജീവിക്കണം, അക്രമമില്ലാത്ത സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കണം. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് ഉചിതമായിട്ടുള്ള ആൾ ഇന്നിപ്പോൾ ബെന്നി ബെഹനാനാണ്. എല്ലാവരും അത് ഉദ്ദേശിക്കുന്നത്. 100% ജയിക്കുന്ന പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ ഡിഫിൻ്റെ ആൾക്കാരാണ്, അവർ ജയിക്കുന്നതല്ല ഞങ്ങൾക്ക് ആഗ്രഹം. ജയിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് എന്തെങ്കിലും സംസാരിക്കാനോ പറയാനോ കഴിവുള്ളൊരു വ്യക്തിയാണ്, നല്ല വ്യക്തിത്വമുള്ള മനുഷ്യനാണ് രവീന്ദ്രനാഥ്. അപ്പോൾ ആൾ ജയിക്കുന്നതാണ് ഇവിടെ ഈ മണ്ഡലത്തിൽ എല്ലാവരും ആഗ്രഹവും. ആര് വന്നാലും കുഴപ്പമില്ല, നല്ലൊരു MP ആയിരിക്കണം. ബെന്നി ബെഹനാൻ അങ്ങനെ പൊതുവെ നമ്മൾ പുറത്തേക്ക് അങ്ങനെ കണ്ടിട്ടില്ല. ചെയ്തിരിക്കാം, പക്ഷെ നമ്മളറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല. ഇടതുപക്ഷം ജയിച്ചാലേ കാര്യമുള്ളൂ. കേന്ദ്രത്തിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ഇന്ത്യയുടെ കാര്യം മൊത്തം പോയി. ബെന്നി ബെഹനാൻ ജയിക്കുള്ളൂ. കഴിഞ്ഞ തവണ 1.32 ആയിരുന്നു ഭൂരിപക്ഷം. 1,00,000 അവസാനിക്കുന്നു മാത്രം, ഭൂരിപക്ഷം കുറയും. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു പോയിട്ടൊന്നും ഈ മണ്ഡലത്തിൽ തിരിഞ്ഞു പോയിക്കല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു ജയിക്കുമോ? ജയിക്കില്ല. മാഷ് ജയിക്കണം, എന്തെങ്കിലും നല്ല കാര്യമാണ് പറഞ്ഞെങ്കിൽ മാഷ് ജയിക്കണം. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ദേശീയ നേതാക്കളെ അടക്കം ചാലക്കുടിയുടെ മണ്ണിലേക്ക് എത്തിച്ച് പോരാട്ടം കൊഴുപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. വമ്പന്മാരെ വാഴ്ത്തുകയും വീഴ്ത്തുകയും ചെയ്ത മണ്ഡലമാണ് ചാലക്കുടി. അതിനാൽ പ്രവചനാതീതമായ ഈ മണ്ഡലത്തിൽ ആരെ വാഴ്ത്തണമെന്ന് ജനങ്ങൾ തീരുമാനിക്കും. ശ്രീജിത്തിനോടൊപ്പം അർച്ചന വിനോദ്, അമൃത ന്യൂസ്, കൊച്ചി.